വെൽക്കം ടു ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റ്. ഇത് ധർമ്മരാജ സീരീസിലെ 5ാമത്തെ എപ്പിസോഡ്. കഥ പറയുന്നത് സന്തോഷ്. അണ്ണാവയ്യൻ തിരിച്ചെത്തിയിരിക്കുന്ന വിവരം യുവരാജാവ് മഹാരാജാവിനെ അറിയിച്ചു. നേരത്തെ അദ്ദേഹം അറിഞ്ഞിരുന്നു എന്നതുകൊണ്ട് വിശേഷിച്ചൊരു പ്രതികരണമുണ്ടായില്ല. യുവരാജാവിൻ്റെ സംസ്കൃത പഠനത്തിൻ്റെ പുരോഗതിയെപ്പറ്റി അന്വേഷിച്ചു. ചില സമ്മാനങ്ങളും കൊടുത്തു. അണ്ണാവയ്യൻ്റെ കാര്യം രഹസ്യമായി സൂക്ഷിക്കാനും ഉപദേശിച്ചു. ഹരിപഞ്ചാനന യോഗീശ്വരൻ്റെ എഴുന്നള്ളത്ത് പ്രമാണിച്ചുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് ചന്ദ്രക്കാരൻ്റെ കൊട്ടാരമായ ചിലമ്പിനേത്ത് ഭവനത്തിൽ. ആ ഭവനത്തിൻ്റെ സമീപത്തായി മന്ത്രക്കൂടം എന്നൊരു പഴയ നാലുകെട്ടുണ്ടായിരുന്നു. അവിടെയാണ് ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ സമീപം ചന്ദ്രക്കാരൻ കണ്ട വൃദ്ധയും സൗന്ദര്യധാമമായ യുവതിയും പരിചാരകനും താമസിക്കുന്നത്. കണ്ടച്ഛേദം ചെയ്യപ്പെട്ട കഴക്കൂട്ടത്ത് പിള്ളയുടെ ജ്യേഷ്ഠ സഹോദരി ത്രിപുരസുന്ദരി കുഞ്ഞമ്മയാണ് വൃദ്ധ. അവരുടെ പുത്രി സാവിത്രിയുടെ മകളായ മീനാക്ഷിയാണ് യുവതി. ഉമയമ്മ മഹാറാണിയുടെ അപേക്ഷ പ്രകാരം വടക്കൻ കേരളത്തിൽ നിന്ന് കോട്ടയത്ത് കേരളവർമ്മയുടെ അനുചരനായി വന്ന ഒരു വീരയോദ്ധാവിൻ്റെ മകൻ കുട്ടിക്കോന്തിച്ചൻ ത്രിപുരസുന്ദരി കുഞ്ഞമ്മയെ വിവാഹം കഴിച്ചു. അദ്ദേഹം മഹാനായ മാന്ത്രികനും ധീരനായ പടയാളിയുമായിരുന്നു. മന്ത്രകൂടത്ത് ഭവനം പണി കഴിപ്പിച്ച് അവിടെ താമസിച്ചു പോന്നു. 8 വീട്ടിൽ പിള്ളമാർക്കെതിരായി മഹാരാജാവ് തിരിഞ്ഞപ്പോൾ ഭാര്യയും മക്കളും ഭൃത്യനുമായി കുട്ടിക്കോന്തിച്ചൻ നാടുവിട്ടു. ദീർഘകാലത്തിന് ശേഷം അവർ നാട്ടിൽ വന്നപ്പോൾ താമസിക്കാൻ ഇടം പോലുമില്ലായിരുന്നു. കഴക്കൂട്ടത്ത് കുടുംബവും സ്വത്തുക്കളും നേരത്തെ തന്നെ രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടിയിരുന്നു. കഴക്കൂട്ടത്ത് തറവാട്ടിലെ നിധിയെപ്പറ്റി അറിയാമായിരുന്ന ചന്ദ്രക്കാരന് അത് തട്ടിയെടുക്കാൻ വളരെയധികം ശ്രമിച്ചിട്ടും കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ ചന്ദ്രക്കാരൻ്റെ കൈവശമായിരിക്കുന്ന മന്ത്രകൂടത്ത് ഭവനത്തിൽ ത്രിപുരസുന്ദരി കുഞ്ഞമ്മയും മറ്റും പാർപ്പിച്ചിരിക്കുന്നത് ദുഷ്ടലാക്കോടെയാണ്. നിധി എവിടെയിരിക്കുന്നു എന്ന് അവരിൽ നിന്ന് അറിയണം. ഒപ്പം മറ്റൊരു ലക്ഷ്യവുമുണ്ട്. സൗന്ദര്യവതിയായ മീനാക്ഷിയിൽ ചന്ദ്രക്കാരനൊരു മോഹം. അവളെ ഭാര്യയാക്കണം. സമീപവാസികളായ സ്ത്രീകൾക്ക് ത്രിപുരസുന്ദരി കുഞ്ഞമ്മയെ തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിലും ആരും പുറത്തു പറഞ്ഞില്ല. മറ്റുള്ളവർ ചന്ദ്രക്കാരനെ ഭയന്ന് അങ്ങോട്ടെങ്ങും നോക്കിയതുമില്ല. അമ്മാളു എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെട്ട മീനാക്ഷിയുടെ ആഗമനത്തോടെ ചന്ദ്രക്കാരനിൽ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. കുറേ കൂടി പരിഷ്കാരിയാവാനുള്ള ശ്രമം നടത്തി. കുളിക്കുക, കുറിയിടുക, നല്ല വസ്ത്രം ധരിക്കുക മുതലായ പ്രകടമായ മാറ്റമായിരുന്നു അതിൽ. സംസാരത്തിൽ ശബ്ദനിയന്ത്രണവും നടത്തത്തിൽ കുലീനതയും അനുവർത്തിച്ചു. ഭർത്താവിൻ്റെ വഴിവിട്ട പോക്ക് അയാളുടെ ഭാര്യ അറിഞ്ഞിരുന്നെങ്കിലും പരിഭവിച്ചില്ല. അയാളുടെ മനസ്സ് അങ്ങനെയെങ്കിലും മനുഷ്യ സാധാരണമാകുമല്ലോ എന്നവർ ആശ്വസിച്ചു. യോഗീശ്വരൻ്റെ ആഗമന വൃത്താന്തം അറിയിക്കുന്നതിനും വൃദ്ധയെയും മീനാക്ഷിയെയും ക്ഷണിക്കുന്നതിനുമായി എത്തിയിരിക്കുകയാണ് ചന്ദ്രക്കാരൻ. വൃദ്ധ ശാരീരിക ക്ഷീണം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ ചന്ദ്രക്കാരൻ പറഞ്ഞു, കുഞ്ഞമ്മ അനുവദിച്ചാൽ അമ്മാളിക്കുട്ടി ഈ മുഹൂർത്തത്തിൽ ചിലമ്പിനെ തകത്തേക്കെട്ടില്ലമ്മ. പിന്നെ പണ്ടാരവക വിലക്കും വിളംബരവും ചാക്കടിപ്പും പോക്കടിപ്പും കൊണ്ടുവരാൻ ഉയിരാർക്ക്? ചന്ദ്രക്കാരൻ തൻ്റെ ഉള്ളിലിരിപ്പ് ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു കളഞ്ഞു. എന്നിട്ട് വെളുക്കെ ചിരിച്ച് നന്ദുണി മീട്ടുന്ന ശബ്ദത്തിൽ ചിരിച്ചു. ഇതിനും കാലം വന്നല്ലോ ഭഗവാനെ എന്ന് വൃദ്ധ ഉള്ളിൽ തേങ്ങി. ചന്ദ്രക്കാരൻ്റെ ഭാഷ കേട്ട് മീനാക്ഷിക്ക് ചിരി നിയന്ത്രിക്കാൻ നന്നേ പണിപ്പെടേണ്ടി വന്നു. ആരുമൊന്നും മിണ്ടാത്തത് സമ്മതമായി കണ്ട് ചന്ദ്രക്കാരൻ മൊഴിഞ്ഞു. അമ്മാളിക്കുട്ടിക്ക് ചന്ദ്രക്കാരമ്മാവൻ കാലത്ത് അമ്മാവൻ വയ്യമ്പം വേറെയുമാമേ. പറഞ്ഞതൊക്കെയും സമ്മതിച്ചു. അങ്ങനെ ഇരിക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ഉമ്മിണിപ്പിള്ള നോക്കിക്കോളും. അത് കേട്ടപ്പോൾ വൃദ്ധയും മീനാക്ഷിയും ഭയപ്പെട്ടു. രാവിലെ കുളി കഴിഞ്ഞ് ഈറൻമുടി വിതിർത്തുണക്കിക്കൊണ്ടിരുന്ന മീനാക്ഷിയുടെ മുമ്പിലേക്ക് ഉമ്മിണിപ്പിള്ള കടന്നു വന്നു. അവളുടെ സൗന്ദര്യാതിശയം കണ്ട് ആസ്വദിച്ചു. അവൾ അയാളെ പ്രഭാതഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ചന്ദ്രക്കാരനെ പോലെ ഉമ്മിണിപ്പിള്ളയും മീനാക്ഷിയിൽ മോഹിതനാണ്. അശ്ലീല സംഭാഷണങ്ങൾ കൊണ്ട് മീനാക്ഷിയെ വശത്താക്കാം എന്ന് വിചാരിച്ച അടുത്തെങ്കിലും മീനാക്ഷിയുടെ പരിഹാസം നിറഞ്ഞ മറുപടികൾ അയാളെ വേദനിപ്പിച്ചു. തൻ്റെ ഇഷ്ടത്തിനൊത്ത് നിന്നില്ലെങ്കിൽ ഉപദ്രവിക്കാൻ മടിക്കില്ലെന്ന് വരെയായി ഉമ്മിണിപ്പിള്ള. ഒളിവിൽ കഴിയുന്ന അവരുടെ രഹസ്യം പരസ്യമാക്കി രാജകോപത്തിന് ഇരയാക്കുമെന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. അത് കേട്ട് അടുക്കളയിലേക്ക് പോകാൻ ഭാവിച്ച മീനാക്ഷിയുടെ കൈക്ക് കയറി പിടിച്ചു അയാൾ. അയാളുടെ കൈ തെറിപ്പിച്ച് പെൺസിംഹത്തെ പോലെ തിരിഞ്ഞു നിന്നു അവൾ. ചില മൂളലും മുറുങ്ങലുമൊക്കെ നടത്തി അവളെ വാരിപ്പുണരാൻ അയാൾ മുന്നോട്ടണഞ്ഞു. അതുകണ്ട് കുപ്പശാർ അയാളെ പരിരംഭണം ചെയ്തു. കുപ്പശാർ 2 കണങ്കാലിലും പിടിച്ച് തലകീഴായി തൂക്കിപ്പിടിച്ച് ഉമ്മിണിപ്പിള്ളയെ. അയാൾ കിടന്ന് പിടയ്ക്കുന്നതിനിടയിൽ കടന്നു വന്ന വൃദ്ധ കുപ്പശാരെ ശാസിച്ചു. ഉമ്മിണിപ്പിള്ള പഴയതുപോലെ കാലൂന്നി നിലത്തു നിന്നു. കാര്യമെന്തെന്ന് അന്വേഷിച്ച് വൃദ്ധയോട് കോപം കൊണ്ട് ജ്വലിച്ച ഉമ്മിണിപ്പിള്ള പറഞ്ഞു, കഥയും പുരാണവുമെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇത്ര മൂത്തില്ലയോ തെണ്ടി പരീക്ഷകൾ? നാളത്തേടം 1 ദിവസം കഴിഞ്ഞോട്ട്. തുറകേറ്റല്ല നിങ്ങൾക്ക്. പെണ്ണെന്നും കിഴട്ട് വങ്കടമെന്നും കൂട്ടാതെ കഴുകേറ്റിച്ചില്ലെങ്കിൽ ഈ രാജ്യം വെള്ളരിക്കാപ്പട്ടണമായി പോയിട്ടില്ല. അത് കേട്ട് വൃദ്ധയുടെ മുഖത്ത് ഹാസ്യരസം ഓളം വെട്ടി. ഹരിപഞ്ചാനന സ്വാമികളുടെ മുഖത്ത് ചിലപ്പോൾ കാണാനുള്ള അതേ രൂക്ഷത ഇവിടെയും കണ്ടു. അവരുടെ വാക്കുകൾ ഹരിപഞ്ചാനന സ്വാമികളുടേതിനെ തോൽപ്പിക്കുന്നതായിരുന്നു. എന്തു പറഞ്ഞു നീ? ആരെന്ന് വിചാരിച്ചു പറഞ്ഞു?
വാടാക്കരൾ കൊണ്ട കുലമെന്ന് നീ കേട്ടിട്ടില്ലയോ? അക്കുലം പറ്റ മങ്കമാരോ തെണ്ടിപ്പരിഷകൾ. ഞങ്ങളെ പഠിപ്പിക്കാൻ ആശയമുള്ളവനെ ഒന്ന് കാണട്ടെ. തുറകേറ്റും കഴിവേറ്റും കൊണ്ട് ഇക്കൊലത്തിന് എന്ത് കുറവന്നടാ. മഹിമ പറ്റ മാറാപ്പിയര് കുലത്തിനും കൂട്ടത്തിനും ചേർത്തു. അല്ലാതെന്തടാ? ഞങ്ങളും നീയുമായി ഇന്നു മുതൽ സ്വന്തവും ബന്ധവും മറ്റു. പോ പോ, മറയത്ത് പോ. ആട്ടുകൊണ്ട് വീരവാദം മുഴക്കി ഉമ്മിണിപ്പിള്ള മുറ്റത്തിറങ്ങി. വെളിയിലേക്ക് ഇറക്കി വിട്ട് വാതിലടച്ചു കുപ്പച്ചാർ. യോഗീശ്വര സ്വാമികൾ എത്തുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകേണ്ടെന്ന് വൃദ്ധയും മകളും തീരുമാനിച്ചു. ഉമ്മിണിപ്പിള്ള അവരുടെ രഹസ്യം പരസ്യമാക്കിയേക്കുമെന്ന് ഭയപ്പെട്ടാണ് പടിക്കൽ നിന്ന് യോഗിയെ ദർശിച്ചു കൊള്ളാമെന്ന് വെച്ചത്. അന്ന് സന്ധ്യയാകുന്ന സമയം മന്ത്രകൂടത്ത് ഭവനത്തിന്റെ പടിവാതുക്കൽ ആരോ തട്ടി വിളിക്കുന്നു. മുറ്റത്തുലാത്തു കയറുന്ന വൃദ്ധ ശബ്ദം കേട്ടു. ഒരു ബ്രാഹ്മണനാണ് വിളിക്കുന്നതെന്ന് തോന്നി. കുപ്പശാരോട് വാതിൽ തുറന്നു കൊടുക്കാൻ പറഞ്ഞിട്ട് വൃദ്ധ ഉള്ളിലേക്ക് പോയി. മാമാ വെങ്കടനായിരുന്നു ആഗതൻ. ചിലമ്പിനേത്ത് നടക്കുന്ന കോലാഹലം കൊണ്ട് സ്വൈര്യമായി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വന്നു പെട്ടതാണ്. കുപ്പശാരും മാമാ വെങ്കടനും പരസ്പരം മുഖത്തു നോക്കി. കുപ്പശാരെ തിരിച്ചറിഞ്ഞ മാമാ വെങ്കടൻ ഓർമ്മ പുതുക്കി. തിരുവിതാംകൂറിൽ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ പരിചയക്കാരായിരുന്നു അവർ. കുപ്പശാർ സന്തോഷം കൊണ്ട് മതി പറന്നു. മീനാക്ഷിയെ വിളിച്ചു വരുത്തി. ആഗതൻ ബ്രാഹ്മണനാണെന്ന് കണ്ട് ആദരവോടെ മീനാക്ഷി വൃദ്ധയെ വിളിക്കാൻ പോയി. സൗന്ദര്യധാമമായ ഇവളാണ് അവരുടെ ഏറ്റവും വലിയ ഭാരമെന്ന് ഒരു പ്രകാരം കുപ്പശാർ മാമാ വെങ്കടനെ മനസ്സിലാക്കിച്ചു. വൈകിട്ട് അത്താഴം കഴിഞ്ഞ് തളത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ കുപ്പശാരും മാമാ വെങ്കടനും വൃദ്ധയും മകളും ഒത്തുകൂടി കാര്യവിചാരം നടത്തി. മാമാ വെങ്കടൻ ആലോചനാമഗ്നനായിപ്പോയി. സ്വാമി ദർശനം പ്രമാണിച്ച് ചാരവൃത്തിക്ക് കേശവപിള്ള ചിലമ്പനത്തേക്ക് അയച്ചതാണ്. മഹാരാജാവിൻ്റെ കാര്യത്തിന് വന്നിട്ടിപ്പോൾ എന്തായി? മന്ത്രകൂടത്ത് കാമദൂതനായി എത്തിയിരിക്കുന്നു. കേശവപിള്ള വെറുതെ അല്ല നിയോഗിച്ചത്. സ്ത്രീകളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഗൗരവം മാമാ വെങ്കടന് മനസ്സിലായി. കേശവപിള്ളയും മീനാക്ഷിയും തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. അവർ പ്രണയബദ്ധരാണ്, സംശയമില്ല. പക്ഷേ മാമാ വെങ്കടനൊരു സംശയം. കുളംതോണ്ടപ്പെട്ട ഒരു കുടുംബവുമായുള്ള ബന്ധം മഹാരാജാവ് പറഞ്ഞാൽ എന്താവും ഫലം? കേശവപിള്ളയുടെ ജാതി ഏതെന്നും മറ്റും മാമാ വെങ്കടനും അന്വേഷിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് വിവാഹാലോചനയ്ക്ക് ശ്രമിച്ചാൽ ഫലമെന്താകും? വരുന്നത് വരട്ടെ, എല്ലാം അപ്പോൾ വരുന്നത് പോലെ നടക്കട്ടെ. മീനാക്ഷിക്ക് പറ്റിയൊരു വരനെ കണ്ടെത്തി അവളെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു മാമാ വെങ്കടൻ. വൃദ്ധ അക്കാര്യത്തിൽ നിസ്സഹായയാണ്. കൊള്ളാവുന്ന ബന്ധം തരപ്പെടണ്ടേ? ചെലവെന്തായാലും നിവർത്തിക്കാം. സുരക്ഷിതമായ സ്ഥലത്ത് അവളെ എത്തിക്കണം. അതിനുവേണ്ടിയാണ് നാട്ടിലേക്ക് പോകുന്നത് തന്നെ. തുടയിൽ താളം പിടിച്ചിരുന്ന മാമാ വെങ്കടൻ ഒരാലോചന മുന്നോട്ട് വെച്ചു. നമ്മുടെ സ്വാധീനത്തിൽ ഒരു കുട്ടിയുണ്ട്. എഴുത്തുകുത്തിൽ ബുധൻ പറക്കും. കണ്ടാലോ രാജകേസരി. എന്തിനു വിസ്തരിക്കുന്നു? നമ്മുടെ കേശവൻകുഞ്ഞിനെ ഒന്ന് കണ്ടാൽ. അത് കേട്ട് മീനാക്ഷി അവിടെ നിന്ന് ഓടി മറഞ്ഞു. വൃദ്ധ ഇത്തിരി ഗൗരവം ഭാവിച്ചു. കുപ്പശാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വൃദ്ധയുടെ മോഹം അതായിരുന്നു എന്ന് അയാൾക്കറിയാമായിരുന്നു. ലക്ഷ്യത്തിൽ തന്നെ അമ്പ് കൊണ്ടതിലുള്ള സംതൃപ്തിയിലായിരുന്നു മാമാ വെങ്കടൻ. ഈ കല്യാണം നടക്കുമോ? കേശവപിള്ളയും മീനാക്ഷിയും കല്യാണം കഴിക്കുമോ? ഇല്ല, ഈ സ്പൈ വർക്കിന് വന്നിട്ട് അതിൻ്റെ കാര്യം എന്തായി? ഇതൊക്കെ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.